ഹലോ, സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ റെസിപ്പി പുളിയിഞ്ചി, അതല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചൂടായിരിക്കുന്ന ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് എന്നിട്ട് പൊട്ടിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് 2 വറ്റൽമുളക് കൂടി എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് കൂടി ഒന്നിട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി നമുക്ക് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഒട്ടും തന്നെ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഐറ്റംസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 75 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്, വാളൻ പുളി. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല പഴയ പുളിയാണ്. അപ്പോൾ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ ആയിട്ടുള്ള പുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കിത് പിഴിഞ്ഞെടുത്തതിൻ്റെ ജ്യൂസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അടുത്തത് ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ എന്നിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു ടീസ്പൂൺ തോലോട് കൂടിയിട്ടുള്ള ഉഴുന്ന് കൂടി എന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയൊരു തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഈ സമയം ഇഞ്ചി പച്ചമുളകൊക്കെ ഇപ്പോൾ ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇത് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടി ഇതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളക് പൊടിയും ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2.5 കപ്പ് പുളിവെള്ളമാണ് മൊത്തത്തിൽ ഇതിലുള്ളത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് പുളിവെള്ളം എടുത്താൽ മതിയാവും. കൂടുതലായിട്ട് വെള്ളം ചേർക്കുമ്പോൾ അത് ഒരുപാട് സമയം നമുക്ക് വറ്റിച്ച് കൊണ്ടുവരണം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ടിക്കായം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം പുളിയിഞ്ചിയിലെല്ലാം. അപ്പോൾ അത് നമുക്ക് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പുളിവെള്ളമൊക്കെ ഇതേപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഇപ്പോൾ ഒരു 50 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം, പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 50 ഗ്രാം ശർക്കര കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ പുളിയിഞ്ചി ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തിക്കായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും അതുപോലെ ഉഴുന്നും കൂടിയിട്ടുള്ള നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങും പുളിയിഞ്ചി. ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് പുളിയിഞ്ചി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു 3/4 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ്. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇതിലെ കടുകൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അടുത്തായിട്ട് നന്നായിട്ട് ചൂടാറിയിരിക്കുന്ന നാരങ്ങ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നാരങ്ങ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ വീണ്ടും കട്ട് ചെയ്ത് ബാക്കിയിരിക്കുന്ന നാരങ്ങയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ നാരങ്ങയും നമ്മളിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഈ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലെണ്ണ നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 150 ml നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്നിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്നിട്ട് കൊടുക്കാം.
കൂടെ നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി അതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ മുളക് പൊടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനോടുള്ള കായം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർക്കാം. അപ്പോൾ പഞ്ചസാര ഇതേപോലെ ചേർക്കുമ്പോൾ നാരങ്ങാച്ചാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, അപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അച്ചാറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഉപ്പ് വേണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. അപ്പോഴാണ് നല്ല കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് നാരങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ തന്നെ കേടുകൂടാതിരിക്കും. പിന്നെ അതുമാത്രമല്ല, അച്ചാർ നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അച്ചാർ ആക്കി വെക്കുന്ന ജാറും നല്ല ക്ലീൻ ആയിരിക്കണം, അതുപോലെ ഡ്രൈ ആയിരിക്കണം. ഒട്ടും തന്നെ വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അച്ചാർ കൂടുതൽ നാൾ കേടുവരാതിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അച്ചാറിൻ്റെയും അതുപോലെ നമ്മുടെ പുളിയിഞ്ചിയുടെയും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.